ഒരു വീടിന് ഏറ്റവും അവിഭാജ്യ ഘടകം ശുദ്ധിയാണ്. അതാണ് വേണ്ടത്. ഒരു വീട് വെച്ചാൽ മനോഹരമായ വീട് വെക്കുക എന്നുള്ളതിലല്ല, ആ വീട് ശുദ്ധിയിൽ സൂക്ഷിച്ചുകൊണ്ട് പോകുന്നതിലാണ് കാര്യമിരിക്കുന്നത്. അതിന് ഭാര്യയും ഭർത്താവും ഒരേപോലെ പരിശ്രമിക്കണം, രണ്ടുപേരും പരിശ്രമിക്കണം. മാസത്തിൽ മാറാലകളൊക്കെ തൂക്കാൻ വേണ്ടി ഭർത്താവും ഇറങ്ങണം ഭാര്യയോടൊപ്പം. വീടിന്റെ ജനൽ കമ്പികൾ, ജനലുകൾ, വാതിലുകൾ ഒക്കെ നല്ല തുണി വെള്ളം കൊണ്ട് തുടച്ച് വൃത്തിയായി നല്ലതുപോലെ ശുദ്ധീകരിക്കണം. ഇനി അതിനൊന്നും നിൽക്കാൻ വയ്യേ, മേലനങ്ങാൻ വയ്യ, ഒരാളെയെങ്കിലും സമ്പത്തുള്ളവനാണെങ്കിൽ ജോലിക്ക് നിർത്തിയിട്ട് അതൊക്കെ ചെയ്യണം. വീടൊക്കെ പരിസരമൊക്കെ വൃത്തിയാക്കണം. പരിസരത്ത് മുഴുവൻ കാട് പിടിച്ചു കിടക്കാൻ, അത് മുഴുവനും വൃത്തിയാക്കണം. അത് ഏതെങ്കിലും ആണ്ടിനോ അല്ലെങ്കിൽ ഏതെങ്കിലും വർഷത്തിലോ റമദാൻ വരട്ടെ, അങ്ങനെയൊന്നുമില്ല, എപ്പോഴും വൃത്തിയായിരിക്കണം. അത്തഹൂറു ശത്രുൽ ഈമാൻ, അത്തഹൂറു നിസ്ഫുൽ ഈമാൻ. വിശ്വാസത്തിന്റെ പകുതിയാണ്, വിശ്വാസത്തിന്റെ ഭാഗമാണ് ശുദ്ധീകരണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പല ആളുകളും ആ വിഷയത്തിൽ ശ്രദ്ധിക്കാറില്ല. ടോയ്ലറ്റ് മാത്രം ശുദ്ധീകരിച്ചാൽ പോരാ, വീടിന്റെ എല്ലാ ഭാഗങ്ങളും മുക്കുമൂലകളും ശ്രദ്ധിക്കണം. രാത്രിയിൽ അടിച്ചുവാരി കൂട്ടിയിടാൻ പാടില്ല, ദാരിദ്ര്യമുണ്ടാകും. പണ്ഡിതന്മാർ പഠിപ്പിച്ചതാ. വീട് അടിച്ചുവാരുക, ചില സ്ത്രീകൾ തുടങ്ങുക മഗ്‌രിബ് കഴിഞ്ഞിട്ടാണ്, മഗ്‌രിബോട് അടിച്ച സമയത്താണ്. എന്നിട്ട് ഇതെല്ലാം കൂട്ടിയിട്ട് ഒരു മൂലക്കൊണ്ട് കൂട്ടിയിടും, ദാരിദ്ര്യം ഉണ്ടാകും. വീടിന്റെ വാതിൽപ്പടിയിൽ ഇരിക്കാൻ പാടില്ല, അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. അടുക്കളയിൽ ചിലപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് കറിക്കുള്ള സാധനങ്ങൾ അരിയുന്ന സഹോദരിമാരുണ്ട്, ദാരിദ്ര്യമുണ്ടാകും. ഇതൊക്കെ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. സലാഹുദ്ദീൻ എന്ന് പറയുന്ന ഗ്രന്ഥം ഒന്ന് മറിച്ചു നോക്കി, എത്ര കാര്യങ്ങളാണ് പറയുന്നത്. വളരെ ശ്രദ്ധിക്കണം. ഇട്ടിരിക്കുന്ന വസ്ത്രം അത് ശരീരത്തിൽ അണിഞ്ഞുകൊണ്ട് തന്നെ അതിന് സൂചി കൊണ്ട് തയ്ക്കാൻ പാടില്ല. ഒരു കീറല് കണ്ടു, അത് ശരീരത്തിൽ നിന്ന് ഊരിയെടുത്തിട്ട് വേറൊരു വസ്ത്രം ശരീരത്തിൽ ധരിച്ചിട്ട് എന്ത് ചെയ്യാവുള്ളൂ, അത് തയ്ക്കാൻ പാടുള്ളൂ. ചിലപ്പോൾ ഒരു ബട്ടൺസ് പൊട്ടിപ്പോയിട്ടുണ്ടാവും, മകള് സ്കൂളിൽ പോകാൻ അല്ലെങ്കിൽ മദ്രസയിൽ പോകാൻ, ഇപ്പൊ തയ്ച്ചേരാ വേഗം വേഗം ഉമ്മ, അങ്ങനെ തയ്ക്കാൻ പാടില്ല. ഒരു ബട്ടൺസ് ആണെങ്കിൽ പോലും ദാരിദ്ര്യമുണ്ടാക്കും. ഇതൊക്കെ പഴയ കാലഘട്ടങ്ങളിൽ വഅലുകളിൽ പറഞ്ഞിരുന്നു, അതൊക്കെ തന്നെ ശ്രദ്ധയും ഉൾപ്പെടുത്തിയിരുന്നു. ഉമ്മമാർ അതൊക്കെ നല്ലതുപോലെ ശ്രദ്ധിച്ചിരുന്നു. ഇന്നത് പറയുകയുമില്ല, ആരും ശ്രദ്ധിക്കുന്നുമില്ല. നിസ്സാരമായ കാര്യങ്ങളാണ്, പക്ഷെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. നിങ്ങൾക്കൊരു പാഠം ഞാൻ പറഞ്ഞു തരട്ടെയോ? ധാരാളം ചെറുപ്പക്കാര്, പ്രവാസികളാകുന്ന സഹോദരങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം യുവാക്കൾ ഇന്ന് ഗൾഫിൽ നിന്ന് പറയാതെ വീട്ടിലേക്ക് വരുന്നവരുണ്ട്. സർപ്രൈസ് ആയിക്കോട്ടെ, എന്റെ വാപ്പയ്ക്കൊരു സർപ്രൈസ് ആകട്ടെ, എന്റെ ഉമ്മയ്ക്കൊരു സർപ്രൈസ് ആകട്ടെ, എന്റെ ഭാര്യയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഒന്നും അറിയാതെ ഫ്ലൈറ്റ് കയറിക്കൊണ്ട് ഖത്തറിൽ നിന്നോ ഒമാനിൽ നിന്നോ കുവൈത്തിൽ നിന്നോ ബഹ്റൈനിൽ നിന്നോ സൗദിയിൽ നിന്നോ യുഎഇയിൽ നിന്നോ ലോകത്തിന്റെ ഏത് കോണിൽ നിന്നാകട്ടെ അവളുടെ വീടിന്റെ പുറകുവശത്ത് വന്നിട്ട് വാതിൽമേൽ മുട്ടിയിട്ട് കതക് തുറക്കുമ്പോൾ സർപ്രൈസ് കൊടുക്കുന്നവരെ പാടില്ല, പാടില്ല. യാത്ര കഴിഞ്ഞു വരുമ്പോൾ അത് നിന്റെ ഭാര്യയായിരുന്നാലും അത് നിന്റെ ഉമ്മയായിരുന്നാലും കുടുംബമായിരുന്നാലും അവരെ അറിയിക്കൽ ഇസ്ലാമികമായ ചര്യയാണ്. അറിയിക്കാതെ, ഫോൺ വിളിച്ച് പറയാതെ, അവർക്ക് കത്തയച്ചുകൊണ്ട് അവരെ അറിയിക്കാതെ, അവർക്കൊരു മെസ്സേജ് പോലും കൊടുക്കാതെ ഈ രീതിയിലുള്ള സർപ്രൈസ് ഇസ്ലാമിന് അന്യമാണ്, അന്യമാണ്. പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിക്കാത്തതാകുന്ന ചര്യയാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഉമ്മ മാത്രമാണുള്ളത് എന്ന് പറയുമ്പോഴും അനുവാദം ചോദിക്കാതെ കടക്കരുതേ ജാബിറേ. അതുരീദു അൻ തറാ ഉമ്മക ഉരിയാനാ, നിന്റെ ഉമ്മ നഗ്നയായി കാണുന്നതിനെ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെടുന്നുണ്ടോ? മിനാഫീസിലുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, പ്രവാസികളാകുന്ന പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് ഇന്ന് തന്നെ പറഞ്ഞു കൊടുക്കേണ്ട അധ്യാപനമാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടതാകുന്ന റൂഹേ ബയാനിലുള്ള കുടുംബാദികളെ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയതാകുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ,
ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതും ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതുമായ കാര്യമാണ്. ഒരുപാട് ആളുകൾ അറിയാതെ വിവരക്കേടിന്റെ അടിസ്ഥാനത്തിൽ ആരോ ഒരാൾ ചെയ്തു വെച്ചതിന്റെ തുടർച്ചയിൽ ഇന്നും ചെയ്തു വരുന്നതായ ഒരു ദുരാചാരമാണ്. ഹബീബായ നബി തങ്ങൾ ചെയ്യാറില്ല. യാത്ര കഴിഞ്ഞ് യുദ്ധം കഴിഞ്ഞ് വന്നാലും ഏത് യാത്ര കഴിഞ്ഞ് പ്രവാചകൻ തിരിച്ചു വന്നാലും തന്റെ കുടുംബത്തിലേക്ക് നേരത്തെ തന്നെ ആളെ പറഞ്ഞേക്കുമായിരുന്നു. ഹബീബായ നബി തങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട്, ഇന്ന ദിവസം എത്തുമേ. യാത്ര കഴിഞ്ഞ് വരുമ്പോഴുള്ള ഇസ്ലാമികമാകുന്ന ചര്യയാണ് കുടുംബത്തിനോട് അസ്സലാമു അലൈക്കും പറയാതെ കടക്കരുതേ. ഇസ്ലാമികമായ ചര്യ ഇതാണ്. വളരെ ശ്രദ്ധിക്കണം. നമ്മളിതൊക്കെ പഠിക്കുന്നുണ്ട്, ജീവിതത്തിൽ അമലില്ല. നമുക്ക് പറ്റുന്നതെല്ലാം അങ്ങനെ തന്നെയാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അനുവാദം വാങ്ങാതെ കടക്കാൻ പാടില്ലല്ലോ. സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രിയിൽ വേഷപ്രച്ഛന്നനായി ഒരിക്കൽ ബഹുമാനപ്പെട്ടവർ മദീനയിലെ തെരുവിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു വീടിന്റെ അകത്തളത്തിൽ നിന്ന് ശബ്ദം കേൾക്കുകയാണ്. നല്ല പാട്ട് കേൾക്കാണ്, പാട്ട് കച്ചേരി, നല്ല ഗാനം കേൾക്കാണ്. ബഹുമാനപ്പെട്ടവർ അപ്പൊ കാതു കൊടുത്തു. ആരാണ് ഈ പാടുന്നത്? അപ്പൊ വീട്ടുകാരൻ തന്നെയാണ്. ബഹുമാനപ്പെട്ടവർ വീടിൻ്റെതാകുന്ന പിന്നാമ്പുറത്തെ മതില് ചാടി കടന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയാണ്. രാത്രിയിൽ ഇങ്ങനെ പോവാൻ ഓരോരുത്തരുടെ അവസ്ഥ എന്തൊക്കെയാണ്, പട്ടിണി കിടക്കുന്നവരുണ്ടോ അറിയാൻ വേണ്ടിയാണ്. ചാടി കടന്നു. ചെന്ന് നോക്കുമ്പോഴത്തേക്കും മുൻവശത്ത് തന്നെ ഒരു കള്ളിന്റെ കുപ്പിയും ഒക്കെ ആയിട്ട് വീട്ടുകാരൻ നിൽപ്പുണ്ട്, കള്ളു കുടിച്ചോണ്ടിരിക്കുക. അതിനിടയിൽ നല്ല പാട്ടും, തൊട്ടടുത്ത പെണ്ണുങ്ങളുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടപ്പോ വിറച്ചു ഇദ്ദേഹം. കാരണം ഖലീഫ വന്നിരിക്കുക, ഖലീഫയാണെന്ന് മനസ്സിലായി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിനെ മറച്ചു വെച്ചിട്ട് നീ ഇവിടെ ഇരുന്ന് തെറ്റുകയാണോ? റബ്ബിൽ നിന്ന് മറച്ചു വെക്കാൻ പറ്റുമെന്ന് നീ കരുതുന്നുണ്ടോ? കള്ളു കുടിക്കല്ലേ? ആഹാ, കൊള്ളാമല്ലോ എന്ന് ചോദിച്ചു സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഇദ്ദേഹം ഒരു വേള ഒന്ന് പതറി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു തെറ്റാ ചെയ്തത്, കള്ളു കുടിച്ചു. നിങ്ങൾ 3 തെറ്റ് ചെയ്തിട്ടുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ 3 തെറ്റിപ്പ ചെയ്തിട്ടുണ്ട്. ഇന്നകുൻ അസൈതു വാഹിദാ ഫഖദ് അസൈതല്ലാഹ ബിസലാസ്. ഞാൻ ഒരു തെറ്റാണ് ചെയ്തത് എങ്കിൽ നിങ്ങൾ ഇപ്പോൾ 3 തെറ്റാണ് ചെയ്തിരിക്കുന്നത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അതേതൊക്കെയാണെന്ന് പറയുമോ? ഉടനെ ചെറുപ്പക്കാരൻ പറയുന്നു, ഇന്നല്ലാഹ സുബ്ഹാനഹു വ തആല ഖാല, അല്ലാഹു പറഞ്ഞില്ലയോ, വലാ തജസ്സസൂ, രഹസ്യ പണി എടുക്കരുതേ, ചാരപ്പണി നടത്തരുതേ. വഖദ് ജസ്സസ്ത, നിങ്ങൾ ഇപ്പോൾ നടത്തിയത് ഒരു ചാരപ്പണിയാണ്. കാരണം ഒളിഞ്ഞും പാത്തും എന്റെ വീടിന്റെ പരിസരത്ത് വന്നിട്ട് ഞാൻ പാടിയ പാട്ടുകളെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിരീക്ഷിച്ചു. അത് 1ാമത്തെ തെറ്റാണ്. മാത്രമല്ല, വഖാല അല്ലാഹു തആല, അല്ലാഹു പറഞ്ഞതാണ്, നിങ്ങൾ ഒരിക്കലും വീടിൻ്റെതാകുന്ന പിറകിലൂടെ കടക്കരുതേ. വലൈസൽ ബിർറ തഅതുൽ ബുയൂത മിൻ ളുഹൂരിഹാ വലാകിന്നൽ ബിർറ മൻ ഇത്തഖാ വഅതുൽ ബുയൂത മിൻ അബ്വാബിഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടുള്ളതാണ്, വീടിന്റെ പിന്നാമ്പുറത്തുകൂടി നിങ്ങൾ പ്രവേശിക്കരുത്, വീടിന്റെ മുന്നിലൂടെ കടന്നു വരണേ. പക്ഷേ നിങ്ങൾ കടന്നു വന്നതോ എന്റെ വീടിന്റെ പിന്നാമ്പുറത്തെ മതിൽ ചാടിയിട്ടാണ് വന്നത്. അതും 2ാമത്തെ ഗുരുതരമായ തെറ്റാണ്.
വന്നത് വീടിന്റെ പുറവശത്തൂടിയാണ്. അത് തന്നെ രണ്ടാമത്തെ തെറ്റാണ്. അള്ളാഹ് പറഞ്ഞിരിക്കുന്നത് വഅത്തുൽ ബുയൂത മിൻ അബ്വാബിഹാ, വീടിന്റെ ഫ്രണ്ട് ഡോർ വഴി കടക്കണമെന്നാണ്. ഒക്കെ ഇന്നത്തെ തലമുറ പഠിക്കേണ്ടതാണ്. ഇന്ന് മലബാർ ദേശത്ത് പലരുടെയും വീടുകളുടെ ഫ്രണ്ട് ഡോറ് ഗ്രില്ല് കൊണ്ട് പൂട്ടി താക്കോലെടുത്ത് പോക്കറ്റി വെച്ചിട്ടിരിക്കാൻ. രണ്ട് ചക്കന്മാരും കുണ്ടന്മാരും പിള്ളേരും ഒക്കെ എതിരെ കൂടെ പോകുന്നത് പുറയിലത്തെ റോഡ് തുറന്നിട്ടിരിക്കുക, അടുക്കള വാതിൽ. അത് പാടില്ല. എന്നതിനാ അങ്ങനെ ഫ്രണ്ട് ഡോറാണ് തുറക്കുക, അതിലൂടെയാണ് കടക്കയും പോകാൻ വേണ്ടത്. അതാണ് വേണ്ടത്. ഇത് സൗകര്യം. മറ്റേത് കതക് തുറന്ന് പിന്നെ ഗ്രില്ല് നീക്കി പിന്നെ താക്കോലിട്ട് തുറന്ന് സമയം പോക്ക് ബുദ്ധിമുട്ടല്ലേ. അതങ്ങനെ പൂട്ടിയിട്ടേക്കാണ്. അതുമല്ല മൗലൂദ് റാത്തീബൊക്കെ ഇടുമ്പോഴത്തേക്കും മാത്രം ഒന്ന് തുറന്നു കൊടുക്കും. ബാക്കി എല്ലാ സമയത്ത് അടുക്കള വാതിൽ മാത്രം തുറക്കാൻ. അടുക്കളയിൽ കൂടെ വരിക, കയറുക, അടുക്കളയിൽ കൂടെ തിരിച്ചു പോവുക, സർവീസ്. അതല്ല വേണ്ടത്. വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ എപ്പോഴും എതിരെ പോകണം, ഫ്രണ്ട് ഡോറ് വഴി യാത്ര ചെയ്യണം. വീട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോഴും എതിരെ വരണം, ഫ്രണ്ട് ഡോറ് വഴി തന്നെ കയറണം. ഒക്കെ പഠിക്കാണ്ട്. ഇപ്പൊ ഒരു വീടെന്നുള്ള സബ്ജക്റ്റിന്റെ ഒരു ഭാഗം ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ, തീരാറായി. ഒന്നുമില്ല, വീട്ടിലേക്ക് കടന്നിട്ടില്ല. വീടിന്റെ പുറത്താണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത്. വീടിന്റെ പുറത്ത് നിന്നിട്ട് എടുക്കേണ്ട പണിയെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അസ്സലാമു അലൈക്കും പറയുന്നതിന്റെയാണ് ഇപ്പൊ ഈ വിശദീകരിക്കുന്നത്. അത് തന്നെ തീർന്നിട്ടില്ല. എത്ര പഠിക്കാൻ കിടക്കും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അങ്ങനെ ചെയ്യുന്നവരില്ലേ അധികം ആളുകൾ. വീടിന്റെ ഫ്രണ്ട് ഡോർ അടച്ചിട്ടിട്ട് ബാക്കിലെ ഡോർ തുറന്നു വെച്ചിരിക്കുക, അതിലേക്കൂടെ കയറുള്ളൂ, അതിൽ കൂടെ തന്നെ ഇറങ്ങുക, അതിൽ കൂടെ തന്നെ കയറുക, അതിൽ കൂടെ തന്നെ ഇറങ്ങുക. ബറക്കത്തില്ല ഉസ്താദെ, അങ്ങനെ ബറക്കത്ത് വരും. ഇതാ പരിപാടി. വഅത്തുൽ ബുയൂത മിൻ അബ്വാബിഹാ, വീടിൻ്റെതാകുന്ന ഫ്രണ്ട് ഡോർ വഴി കടക്കണം. ഖുർആന്റെ കൽപ്പനയാണ്. ഇതൊക്കെ അനുശാസിക്കുന്നവരല്ലേ മോമിൻ. ഖുർആനാണ്, വേറൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, നിങ്ങൾ ചെയ്ത രണ്ടാമത്തെ തെറ്റതാണ്. വീടിന്റെ പുറകുവശത്തൂടിയാണ് നിങ്ങൾ വന്നത്, തെറ്റാ നിങ്ങൾ ചെയ്തത്. മാത്രമല്ല ഖുർആൻ പറഞ്ഞില്ലയോ, ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഗ്നിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ. പരിശുദ്ധമായ ഖുർആനിന്റെ കൽപ്പനയാണ് മൂന്നാമത്തത്. മുഅ്മിനീങ്ങളെ, മറ്റൊരാളുടെ വീട്ടിലേക്ക് നിങ്ങൾ കടക്കുമ്പോ അസ്സലാമു അലൈക്കും പറഞ്ഞിട്ട് കടക്കണേ. നിങ്ങൾ അതും ചെയ്തില്ല അമീറേ, അമീറുൽ മുഅ്മിനീനെ, നിങ്ങളുടെ ഭാഗത്ത് ഗുരുതരമായ തെറ്റാണ്. ഇൻ അസൈതു ബിവാഹിദ, ഞാൻ ഒരു തെറ്റാണ് ചെയ്തത് എങ്കിൽ ഫഖദ് അസൈതല്ലാഹ ബിസലാസിൻ, മൂന്ന് തെറ്റ് നിങ്ങളുടെ ഭാഗത്താണ്. എല്ലാം പറയാണ്ട, ഒന്നും പറയാനില്ല. ശരിയല്ലേ? തെറ്റ് സംഭവിച്ചു പോയി. വേഷപ്രച്ഛനായി ജനങ്ങളുടെ പ്രശ്നം അറിയാൻ ചെയ്തതാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഈ പാട്ടും സിനിമാ ഗാനവും ഒക്കെ കേട്ടപ്പോ ആരാണ് അവനെ കയ്യോടെ പിടിക്കണം, കള്ളാന്ന് മനസ്സിലായി. അതിന് വേഗം തന്നെ ചെയ്ത ഒരു പരിപാടിയാണ്. അതിൽ ചാടിക്കടന്ന് പെട്ടെന്ന് കൂടി ചെന്നതാണ്. പക്ഷെ കള്ളാണെങ്കിൽ ആൾക്ക് ആയത്ത് ഹദീസ് നല്ല ഓർമ്മ. ആയത്തും കൂടെ ഓതിക്കൊടുത്തു, 3 ആയത്ത്. പിടിച്ചോ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മുന്നിൽ 3 ആയത്ത് ഓതി. വലാ തജസ്സസു എന്നുള്ള പറഞ്ഞിട്ടില്ലേ, ആടിക്കൊണ്ട് ഓതിക്കൊടുത്തു. 3 ആയത്തും കൂടെ ഓതിക്കൊടുത്തു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ശരി, നിനക്ക് ഞാൻ അഫ്വ് ചെയ്തു തരാം, മാപ്പ് ചെയ്തു തരാം, എന്ത് വേണമെന്ന് ചോദിച്ചു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, കള്ളു കുടിച്ച അടി, നല്ല അടിയാണ്. അഫ്വ് ചെയ്തെങ്കിൽ ഞാൻ നിങ്ങൾക്കും മാപ്പ് ചെയ്ത് തന്നിരിക്കുന്നു, നിങ്ങൾ ചെയ്തതാകുന്ന അള്ളാഹു പുറത്തു തരട്ടെ. വലിയ സന്തോഷമായി ഉമർ റളിയല്ലാഹു അൻഹു. അവനെ വെറുതെ വിട്ടു. അപ്പൊ ഇവനോട് ചോദിച്ചു, ഇനി നിനക്ക് അഫ്വ് ചെയ്ത് തന്നാ നീ എന്ത് ചെയ്യും? നിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വേണമല്ലോ. അഫ്വ് ചെയ്ത് എനിക്ക് പാവം പുറത്തു തന്നാല് ഞാൻ ഇപ്പൊ ഈ ചെയ്ത കള്ളുകൂടി ഒഴിവാക്കും. ഇനി ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കള്ളു കുടിക്കൂല. അത് തങ്ങളെ കൊണ്ട് ഞാൻ സാക്ഷി ചെയ്യാം, ഉറപ്പാണ്. അവന്റെ കള്ളുകൂടി അതോടുകൂടി നിന്നു. അതോടുകൂടി ഹൈറായി. എന്തായാലും ഇവനെ അടിച്ചാലും കിട്ടുന്ന നേട്ടം അത് തന്നെയാണ്. അവൻ കള്ളുകൂടി പിന്നീട് പാടയം ഒഴിവാക്കി. ഈ മനുഷ്യൻ, നമുക്കിതിൽ നിന്ന് കിട്ടിയ പാഠം എന്താ? ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോ അവിടെ അസ്സലാമു അലൈക്കും പറയണം. സ്വന്തം വീട്ടിലേക്ക് ചെന്നാലും അനുവാദം ചോദിച്ചിട്ട് കടക്കണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂമിന്റെ വാതിക്കൽ ഒരാൾ വന്നു. എന്നിട്ട് ചോദിച്ചു, അലിജു യാ റസൂലല്ലാഹ്, ഞാൻ അങ്ങോട്ട് കടക്കട്ടെ നബിയെ എന്ന് ചോദിച്ചു.
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ വാതിൽക്കൽ നിൽക്കുന്ന ഒരു വ്യക്തിയോട് പറഞ്ഞു, ഉഖ്റുജ്, നീ പുറത്തോട്ട് പോകണം. അയാൾ കയറിയിട്ടില്ല, അയാൾ വെളിയിലാണ് ഉള്ളത്. വാതിലിന് അവിടെ നിന്നിട്ട് ചോദിക്കണം, അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇയാളുടെ റൂമിൽ നിൽക്കുന്ന വ്യക്തിയോട് പറഞ്ഞു, ഉഖ്റുജ്, നീ പുറത്തോട്ട് പോയിട്ട് ഫഅല്ലിമുഹു, അവന് പഠിപ്പിച്ചു കൊടുക്കണം, അസ്സലാമു അലൈക്കും അഅലിജു, അസ്സലാമു അലൈക്കും, നിങ്ങളുടെ മേൽ അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ, അഅലിജു, ഞാൻ പ്രവേശിക്കട്ടെ, അങ്ങനെ ചോദിക്കാൻ പറയണോ? അപ്പൊ ഈ മനുഷ്യൻ നേരെ പുറത്തു പോയി. എന്നിട്ട് അയാളോട് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ പറയാൻ, അസ്സലാമു അലൈക്കും പറഞ്ഞിട്ട് നിങ്ങൾ പ്രവേശിക്കട്ടെ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അസ്സലാമു അലൈക്കും അഅലിജു, നബിയെ തങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ, ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചു. അഥവാ സലാം പറയണമെന്നർത്ഥം. ആദ്യം അതാ വേണ്ടത്. അപ്പൊ അത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫസ്തഅ്സന ലഹു, വാ കേറി വാ, കേറി അകത്തേക്ക് ഇരിക്കുക, അദ്ദേഹത്തിന് അനുവാദം കൊടുത്തു. ഹദീസാണ്, ഇതൊന്നും ആർക്കും തള്ളിക്കളയാൻ പറ്റൂല. ഇതൊക്കെ ഹദീസാണ്, സംഭവങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ നടന്ന സംഭവ വികാസങ്ങളാണ്. ഒരു വീടിന് ഏറ്റവും അവിഭാജ്യ ഘടകം ശുദ്ധിയാണ്. അതാണ് വേണ്ടത്. ഒരു വീട് വെച്ചാൽ മനോഹരമായ വീട് വെക്കുക എന്നുള്ളതിലല്ല, ആ വീട് ശുദ്ധിയിൽ സൂക്ഷിച്ചുകൊണ്ട് പോകുന്നതിലാണ് കാര്യമിരിക്കുന്നത്. അതിന് ഭാര്യയും ഭർത്താവും ഒരേപോലെ പരിശ്രമിക്കണം, രണ്ടുപേരും പരിശ്രമിക്കണം. മാസത്തിൽ മാറാലകളൊക്കെ തൂക്കാൻ വേണ്ടി ഭർത്താവും ഇറങ്ങണം ഭാര്യയോടൊപ്പം. വീടിന്റെ ജനൽ കമ്പികൾ, ജനലുകൾ, വാതിലുകൾ ഒക്കെ നല്ല തുണി വെള്ളം കൊണ്ട് തുടച്ച് വൃത്തിയായി നല്ലതുപോലെ ശുദ്ധീകരിക്കണം. ഇനി അതിനൊന്നും നിൽക്കാൻ വയ്യേ, മേലനങ്ങാൻ വയ്യ, ഒരാളെയെങ്കിലും സമ്പത്തുള്ളവനാണെങ്കിൽ ജോലിക്ക് നിർത്തിയിട്ട് അതൊക്കെ ചെയ്യണം. വീടൊക്കെ പരിസരമൊക്കെ വൃത്തിയാക്കണം. പരിസരത്ത് മുഴുവൻ കാട് പിടിച്ചു കിടക്കാൻ, അത് മുഴുവനും വൃത്തിയാക്കണം. അത് ഏതെങ്കിലും ആണ്ടിനോ അല്ലെങ്കിൽ ഏതെങ്കിലും വർഷത്തിലോ റമദാൻ വരട്ടെ, അങ്ങനെയൊന്നുമില്ല, എപ്പോഴും വൃത്തിയായിരിക്കണം. അത്തഹൂറു ശത്രുൽ ഈമാൻ, അത്തഹൂറു നിസ്ഫുൽ ഈമാൻ, വിശ്വാസത്തിന്റെ പകുതിയാണ്, വിശ്വാസത്തിന്റെ ഭാഗമാണ് ശുദ്ധീകരണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പല ആളുകളും ആ വിഷയത്തിൽ ശ്രദ്ധിക്കാറില്ല. ടോയ്ലറ്റ് മാത്രം ശുദ്ധീകരിച്ചാൽ പോരാ, വീടിന്റെ എല്ലാ ഭാഗങ്ങളും മുക്കുമൂലകളും ശ്രദ്ധിക്കണം. രാത്രിയിൽ അടിച്ചുവാരി കൂട്ടിയിടാൻ പാടില്ല, ദാരിദ്ര്യമുണ്ടാകും. പണ്ഡിതന്മാർ പഠിപ്പിച്ചതാ. വീട് അടിച്ചുവാരുക, ചില സ്ത്രീകൾ തുടങ്ങുക മഗ്‌രിബ് കഴിഞ്ഞിട്ടാണ്, മഗ്‌രിബോട് അടിച്ച സമയത്താണ്. എന്നിട്ട് ഇതെല്ലാം കൂട്ടിയിട്ട് ഒരു മൂലക്കൊണ്ട് കൂട്ടിയിടും, ദാരിദ്ര്യം ഉണ്ടാകും. വീടിന്റെ വാതിൽപ്പടിയിൽ ഇരിക്കാൻ പാടില്ല, അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. അടുക്കളയിൽ ചിലപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് കറിക്കുള്ള സാധനങ്ങൾ അരിയുന്ന സഹോദരിമാരുണ്ട്, ദാരിദ്ര്യമുണ്ടാകും. ഇതൊക്കെ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. സലാഹുദ്ദീൻ എന്ന് പറയുന്ന ഗ്രന്ഥം ഒന്ന് മറിച്ചു നോക്കി, എത്ര കാര്യങ്ങളാണ് പറയുന്നത്. വളരെ ശ്രദ്ധിക്കണം. ഇട്ടിരിക്കുന്ന വസ്ത്രം അത് ശരീരത്തിൽ അണിഞ്ഞുകൊണ്ട് തന്നെ അതിന് സൂചി കൊണ്ട് തയ്ക്കാൻ പാടില്ല. ഒരു കീറല് കണ്ടു, അത് ശരീരത്തിൽ നിന്ന് ഊരിയെടുത്തിട്ട് വേറൊരു വസ്ത്രം ശരീരത്തിൽ ധരിച്ചിട്ട് എന്ത് ചെയ്യാവുള്ളൂ, അത് തയ്ക്കാൻ പാടുള്ളൂ. ചിലപ്പോൾ ഒരു ബട്ടൺസ് പൊട്ടിപ്പോയിട്ടുണ്ടാവും, മകള് സ്കൂളിൽ പോകാൻ അല്ലെങ്കിൽ മദ്രസയിൽ പോകാൻ, ഇപ്പൊ തയ്ച്ചേരാ വേഗം വേഗം ഉമ്മ, അങ്ങനെ തയ്ക്കാൻ പാടില്ല. ഒരു ബട്ടൺസ് ആണെങ്കിൽ പോലും ദാരിദ്ര്യമുണ്ടാക്കും. ഇതൊക്കെ പഴയ കാലഘട്ടങ്ങളിൽ വഅലുകളിൽ പറഞ്ഞിരുന്നു, അതൊക്കെ തന്നെ ശ്രദ്ധയും ഉൾപ്പെടുത്തിയിരുന്നു. ഉമ്മമാർ അതൊക്കെ നല്ലതുപോലെ ശ്രദ്ധിച്ചിരുന്നു. ഇന്നത് പറയുകയുമില്ല, ആരും ശ്രദ്ധിക്കുന്നുമില്ല. നിസ്സാരമായ കാര്യങ്ങളാണ്, പക്ഷെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇന്ന് പല കാര്യങ്ങളും അങ്ങനെയാണ്. തിയറി പഠിച്ചിട്ടുണ്ട്, പക്ഷെ പ്രാക്ടിക്കൽ ഇല്ല. എങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടത് എന്ന് പുസ്തകം നോക്കി നല്ലതുപോലെ പഠിച്ചത് കൊണ്ട് മാത്രമായില്ല, വണ്ടി ഓടിക്കാനും നല്ലതുപോലെ പഠിച്ചിരിക്കണം. ഓടിക്കാൻ അറിഞ്ഞിരിക്കണം, അപ്പോഴേ അവൻ യഥാർത്ഥ വണ്ടി ഓടിക്കുന്നവനാകുള്ളൂ. ഇത് നിസ്കരിക്കാനുള്ള ഷർത്തുകൾ അറിയാം, അതിന്റെ ഫർളുകൾ അറിയാം, ഏതൊക്കെ സുന്നത്ത് നമസ്കാരങ്ങൾ ഉണ്ടെന്നറിയാം. എല്ലാം മദ്രസയിൽ നിന്ന് വ്യക്തമായി പഠിച്ചവനാണ്. ഭക്ഷണത്തിന്റെ മര്യാദകൾ പഠിച്ചവനാണ്. നിസ്കാരത്തിന്റെ ഫുറൂദുകളും സുന്നത്തുകളും ഒക്കെ പഠിച്ചവനാണ്. പക്ഷെ ഇവൻ വീട്ടിലേക്ക് വരുമ്പോ വീട് യഥാർത്ഥ രീതിയിൽ ഇസ്ലാമികമായ ചുറ്റുവട്ടത്തിലല്ല. വീടിന്റെ അകത്തളങ്ങളിൽ പ്രാക്ടിക്കലായി വരുന്നില്ല. നിസ്കാരം വീടിന്റെ അകത്തളത്തിലില്ല. കാരണം വാപ്പ സുബഹി നിസ്കരിക്കാൻ എഴുന്നേൽക്കുന്നതിന് ബിനാപീസ് പള്ളിയിൽ സുബഹിക്ക് പോകുന്നവനാണോ വാപ്പ? എങ്കിലല്ലേ മകൻ കൃത്യമായി പള്ളിയിൽ പോകുള്ളൂ. വാപ്പ എഴുന്നേക്കുന്നത് 8 മണിക്കാണ്, അപ്പൊ മകന് 9 മണിക്ക് എഴുന്നേക്കും. ഉമ്മ എഴുന്നേക്കുന്നത് 10 മണിക്കാണ്, അപ്പൊ മകള് പിന്നെ 11 മണിക്ക് എഴുന്നേക്കും. എന്നിട്ട് ഈ വാപ്പായും ഉമ്മായും എന്റെ മക്കള് രണ്ടുപേരും നിസ്കാരമൊന്നുമില്ല, നിങ്ങൾ എത്ര മണിക്ക് നിസ്കരിക്കും? ഞാൻ കറക്റ്റ് 9:30 സുബഹി നിസ്കരിക്കും. അതാ അവസ്ഥ.
അതാണ് അവസ്ഥ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഞാൻ പറയുന്നത് മദ്രസയിൽ നിന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തിയറി പ്രാക്ടിക്കലായി നമ്മുടെ വീടുകളിൽ വരണമെങ്കിൽ നമ്മുടെ വീടുകൾ അവ്വൽ വഖത്ത് സുബഹി നിസ്കരിക്കുന്നവരായിരിക്കണം. എങ്കിലേ രക്ഷപ്പെടുകയുള്ളൂ. ഇത് വീട്ടിൽ സുബഹി നിസ്കാരം ഇല്ല, വാപ്പ പള്ളിയിൽ പോകുന്ന ശീലമുള്ള കുട്ടിയാണെങ്കിൽ ഉറപ്പായിട്ട് അദ്ദേഹത്തിന്റെ മകൻ പള്ളിയിൽ പോകും, നിസ്കരിക്കും, വാപ്പ കൂടെ കൊണ്ടുപോകും ഉറപ്പാണ്. ഉമ്മ ഒരു വക്കത്ത് സുബഹി നിസ്കരിക്കുന്നവളാണെങ്കിൽ ഉമ്മ നിസ്കാരം കഴിയുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ അതിനോടൊപ്പം ചേർത്ത് മകളെ നിർത്തും. മോളെ എഴുന്നേക്ക് ബാബ സുബഹി നിസ്കരിക്കും ബാബ എന്ന് പറഞ്ഞ് സുബഹി നിസ്കരിക്കും. അങ്ങനെ ശീലം വരണം, പ്രാക്ടിക്കലാകണം നമ്മുടെ വീടുകൾ. നമസ്കാരം കറക്റ്റ് ആക്കണം, ദിക്റുകൾ കറക്റ്റ് ആക്കണം. മഗ്‌രിബിന് തൊട്ട് മുമ്പ് ചേർത്തിരുത്തിക്കൊണ്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഒരു 10 മിനിറ്റ് വാപ്പാടെ നേതൃത്വത്തിൽ ഒരു ഹൽഖ വീട്ടിൽ സംഘടിപ്പിക്കണം. മഗ്‌രിബിന് തൊട്ട് മുമ്പ് മക്കളെയും എല്ലാവരും വിളിച്ചിരുത്തിയിട്ട്, മരുമക്കളൊക്കെ കൊണ്ട് അപ്പുറത്തിരുന്നോട്ടെ, പെൺകുട്ടികൾ അപ്പുറത്തിരുന്നോട്ടെ, എല്ലാവരും ആ സമയത്ത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പാടില്ല. മുതിർന്ന വാപ്പ തന്നെ തുടങ്ങണം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി പ്രായം ചെന്ന വാപ്പ അങ്ങോട്ട് ചെല്ലാൻ, മക്കളൊക്കെ അത് ഏറ്റ് ചെല്ലാൻ. എല്ലാം കഴിഞ്ഞ് ബാങ്ക് വിളിക്കുന്നതിന് തൊട്ടു മുമ്പ് വാപ്പ ഒരു ചെറിയ ദുആ, അറബി അറിയില്ല, മലയാളത്തിൽ മതി. അല്ലാഹു ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നീ ഖൈറിലാക്കണേ അല്ലാ, സന്തോഷത്തിലാക്കണേ അല്ലാ, സമാധാനത്തിലാക്കണേ അല്ലാ, ഈ ഐശ്വര്യങ്ങളൊക്കെ നിലനിർത്തി താ അല്ലാ. എന്താ ദുആ ചെയ്തൂടെ സഹോദരങ്ങളെ? നമ്മുടെ വീടുകൾ ഐശ്വര്യമുണ്ടാകും. വാപ്പയില്ല, ഗൾഫിലാണ്, ഉമ്മയുടെ മേലാണ് പിന്നീട് ദൗത്യം. ഉമ്മ ശ്രദ്ധിക്കണം. കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യ ഉമ്മ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നവളാകണം, മക്കളെ നേർവഴിക്ക് നയിക്കുന്നവളാകണം. കറക്റ്റായി ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഇന്ന് ഓൺലൈൻ സമ്പ്രദായത്തിൽ നിന്ന് ഓഫ്ലൈനിലേക്ക് പോകുന്ന കാലഘട്ടമാണ്. പഠനങ്ങളൊക്കെ മാറി മറിഞ്ഞു, പഴയ രീതിയിലേക്ക് തന്നെ എത്തിപ്പെടുന്നു. എന്നാൽ തന്നെ ഈ മൊബൈൽ ഫോണ് വില്ലനായും ഒഴിച്ചുകൂടാൻ പറ്റാത്ത വസ്തുവുമായി നിലകൊള്ളുകയാണ്. എന്റെ മകള് ക്ലാസ്സിൽ തന്നെയാണോ അറ്റൻഡ് ചെയ്യുന്നത് എന്ന് വാപ്പയും ഉമ്മയും നല്ലതുപോലെ ശ്രദ്ധിക്കണം. അവരെ റൂമിലേക്ക് വിടണ്ട, ഹാളിൽ തന്നെ ഇരുത്തി പഠിപ്പിച്ചാൽ മതി. ഏതാണോ വീടിന്റെ ഹാള്, ആ ഹാളിൽ ഇരുന്നിട്ട് ഉമ്മാക്ക് അടുക്കളയിൽ നിന്ന് നോക്കിയാൽ കാണത്തക്ക വിധത്തിൽ മൊബൈൽ വെച്ചിട്ട് പഠിച്ചാൽ മതി. അല്ലാതെ തിരിഞ്ഞിങ്ങനെ ഇരിക്കും മകൾ കുറച്ചു നേരം കഴിയുമ്പോൾ. അപ്പൊ മനസ്സിലായിക്കണം, ഇത് ഉമ്മാടെ തലതിരിക്കാനുള്ള പരിപാടിയാണെന്ന് മനസ്സിലായിക്കോണം. ഇവിടെ ഇപ്പൊ പെണ്ണുങ്ങളും ചെറുപ്പക്കാരും ഒക്കെ കരുതുന്നു, ഇയാളെ വിളിച്ചത് ഇപ്പൊ ആകെ ഇടങ്ങേറായ അല്ലെ, അങ്ങനെ കരുതുന്നില്ലേ? അങ്ങനെ കരുതിക്കോട്ടെ, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കരുതുന്നത്. ഞാൻ പറയാനുള്ളത് പറയാം. ഹാളി വെക്കണം. ലാപ്ടോപ്പിലാണോ പഠിപ്പിക്കുന്നത്, മൊബൈലിലാണോ? ഹാളി ഇരുന്നാൽ മതി, റൂമിലോട്ട് പോകണ്ട. കമ്പ്യൂട്ടറിലാണ് പഠനം, ഹാളി ഇരുന്നാൽ മതി. കമ്പ്യൂട്ടറിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴും ലാപ്ടോപ്പൊക്കെ സെറ്റ് ചെയ്യുമ്പോഴും എപ്പോഴും മാതാപിതാക്കളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് കാണത്തക്ക വിധത്തിലുള്ള വിസിബിൾ ആകണം, നോട്ടം കിട്ടണം. അപ്പൊ പിന്നെ കുട്ടികൾ ഉടായ്പ് കാണിക്കൂല. ഇല്ലെങ്കിൽ മോശപ്പെട്ടതാകുന്ന ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത് വാപ്പയും ഉമ്മയും അറിയാതെ രഹസ്യമായ രീതിയിൽ മോശപ്പെട്ട തലത്തിലേക്ക് കണ്ണും കാതുമൊക്കെ കൊണ്ടുപോകും. അതിനൊരു മടിയുമില്ല ഇന്നത്തെ തലമുതിർക്ക്. ഇല്ലെങ്കിൽ അവരെ തെറ്റിലേക്ക് കൊണ്ടുപോയിക്കും. പിശാച് എപ്പോഴും കൂടെ ഉണ്ടല്ലോ. അപ്പൊ അതിനുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കണം. എപ്പോഴും ഹാളിൽ തന്നെ എല്ലാവരും കാണത്തക്ക വിധത്തിൽ വിസിബിളായി തന്നെ ആയിരിക്കണം നിലകൊള്ളേണ്ടത്. അങ്ങനെ തന്നെ. ഇനി ബെഡ്റൂമിലേ ഉള്ളൂ എങ്കിൽ തന്നെ നമ്മൾ ഉള്ള ഒരു സമയത്തെ പഠനം നടക്കാൻ പാടുള്ളൂ. എന്താണ് അവൾ പഠിക്കുന്നത്? അമ്മ അടുത്ത് തന്നെ ഇരുന്നോട്ടെ, എന്താ ഉമ്മാക്ക് പ്രശ്നം? എന്തെങ്കിലും കറിക്കരിയാനുള്ള ഒരു സാധനം എടുത്തോണ്ട് അവിടെ വന്ന് ഇരുന്നിട്ട് മാറിയിരുന്നാൽ മതി. അവള് പഠിക്കുന്നതും കേൾക്കുകയും ചെയ്യും. ഓൺലൈൻ ക്ലാസ്സിന്റെ കാര്യമാണ് ഈ പറഞ്ഞത്. മദ്രസയിൽ പഠിപ്പിക്കുമ്പോ വാപ്പായുമായി വന്നിരുന്നു. നിങ്ങൾക്കും പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് മദ്രസയിൽ, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ പഠിച്ചതൊക്കെ ഒന്നും കൂടെ ഓർമ്മ പുതുക്കാനുമുണ്ട്. എല്ലാം അറിയാമെന്ന് പറഞ്ഞ് പുറകെ പോയി പത്രം വായിച്ചിരിക്കണ്ട, ഇവിടെ വന്നിരുന്നു. മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ക്ലാസ്സുകളൊക്കെ മക്കൾ കട്ട് ചെയ്യുന്നുണ്ടോ, സ്കൂളിൽ തന്നെ കറക്റ്റാണോ പോകുന്നത്, ശ്രദ്ധിക്കണം നമ്മൾ. വീട് ഒരു അഭയകേന്ദ്രമാണ്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് പെൺകുട്ടികൾ പോകുമ്പോഴും ആൺകുട്ടികൾ പോകുമ്പോഴും മാതാപിതാക്കൾ എപ്പോഴും ശ്രദ്ധിക്കണം. അവർ തിരിച്ചു വരുന്നത് വരെ നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ നൽകിയിരുന്ന ഒരു കെയറിങ് അത് അവർക്ക് കൊടുത്തേ പറ്റൂ. നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഇന്നത്തെ മാതാപിതാക്കൾ അങ്ങ് കയറൂരി വിട്ടിരിക്കാൻ, എവിടെ പോയാലും ഒരു കുഴപ്പമില്ല. ഒരു മണിക്കൂർ വൈകിയാലും അവള് വന്നിട്ട് പറയാം ഇന്ന കൂട്ടുകാരിയുടെ വീട്ടിലാണെന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഇന്ന കൂട്ടുകാരന്റെ വീട്ടിലായിരുന്നു, അത്രയേ ഉള്ളൂ. എല്ലാം പരിപൂർണമായ വിശ്വാസം മക്കളിൽ അർപ്പിക്കുകയാണ്.
ഇവനെ ഉമ്മയുടെയും വാപ്പയുടെയും മുന്നിലൂടെ തന്നെ ഇവൾ ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് കാമുകന്റെ ബൈക്കിന്റെ പിന്നാമ്പുറത്ത് ബിനാബസിലൂടെയും കാർഗിലിന്റെ പരിസരത്തും കടപ്പുറം വഴിയും ഒക്കെ കറങ്ങി നടന്നിട്ട് വാപ്പയും ഉമ്മയും അറിയാതെ പോവാൻ. അവരറിയുന്നില്ല എന്റെ മകൾ എവിടെയോ ഏതോ ഒരു കലാലയത്തിൽ ഇരുന്ന് ഏതോ ഒരു ട്യൂഷൻ ക്ലാസ്സിൽ ഇരുന്നുകൊണ്ട് പഠിക്കുകയാണ് എന്നാണ് അവരുടെ ചിന്ത. വളരെ ശ്രദ്ധിക്കണം, ഇന്നത്തെ തലമുറ മാറിയിരിക്കുന്നു. ഓഫ്ലൈൻ ആണെങ്കിൽ പോലും ഇനി അങ്ങോട്ട് ഖിയാമത്ത് നാൾ വരെ ഓൺലൈനിന്റെ ഒരു മാധ്യമം ഒഴിവാക്കുകയില്ല ടീച്ചർമാർ, അധ്യാപകമാർ. കാരണം അവർക്ക് ഏറ്റവും വലിയ സൗകര്യമുള്ള ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ 2 വർഷക്കാലം. എല്ലാ കുട്ടികൾക്കും വേണ്ടി ഒറ്റ ക്ലാസ് അങ്ങ് എടുത്താൽ മതി. അവരുടെ അടുത്ത് പോയിരുന്ന് പഠിപ്പിക്കുകയും ഒച്ചയിടുകയും ചെയ്യണ്ട. പഠിച്ചാ പഠിച്ചു, പഠിച്ചില്ലേ പഠിച്ചില്ല. അവർക്ക് കിട്ടാനുള്ള ശമ്പളം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. ഓഫ്ലൈൻ ആകുമ്പോൾ അങ്ങനെയല്ല. നല്ലതുപോലെ ശബ്ദമുയർത്തണം, നല്ലതുപോലെ കുട്ടികളെ ഗൗനിക്കണം, ഓരോരുത്തരെയും ശ്രദ്ധിക്കണം. ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പാഠ്യപദ്ധതികൾ പരിപൂർണമായി തുടക്കം മുതൽ അവസാനം വരെ തീർക്കുകയും വേണം. എല്ലാ പോർഷനുകളും തീർക്കുകയും വേണം. അവർക്ക് ബാധ്യതകൾ കൂടുകയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നല്ലതുപോലെ അടിവരയിട്ടുകൊണ്ടെന്ന് ശ്രദ്ധിക്കണേ. നമ്മുടെ വീട്ടിനുള്ളിലേക്ക് പരിപൂർണമായി ആത്മീയത കടന്നു വരാൻ ഉപകരിക്കുന്ന കാര്യമാണ്. എല്ലാ നമസ്കാരങ്ങളും 5 വഖത്ത് ചിട്ടയായിരിക്കണം, നിർബന്ധമാണ്. അവ്വൽ വഖത്തിൽ ബാങ്ക് വിളിച്ചാൽ ഉടനെ തന്നെ നമസ്കരിക്കുന്ന ശീലം അനിവാര്യമാണ്.